ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ല. പക്ഷേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അമ്മമാരെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല. അമ്മമാർക്ക് സ്കൂളിൽ പോയി, ഞാൻ സ്കൂളിൽ പോകുന്നില്ല ഇന്നൊരു ദിവസത്തിന്. അപ്പം ഒരു ട്രിപ്പൊക്കെ പോകാമെന്ന് വെച്ച് ചുമ്മായിരിക്കുമല്ലേ. അപ്പം അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ഗെയിം PC-യിൽ മൊബൈൽ കളിക്കാവുമെന്ന്. എന്നുവെച്ചാൽ മൊബൈലിൽ മാത്രമേ കളിക്കാൻ പറ്റുമെന്ന്. എനിക്ക് സത്യത്തിൽ PC കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ മൊബൈലിൽ എന്തായാലും കളിക്കാം. ഞാൻ മൊബൈലിലാണ് ഈ ഗെയിം കളിക്കുന്നത്. പിന്നെ നമ്മൾ ട്രിപ്പിന് പോകുന്ന വണ്ടി ഇതാണ്, ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്. പിന്നെ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. സെറ്റ് വണ്ടിയാണ് ഇപ്പോഴത്തെ എൻ്റെ കയ്യിരിക്കുന്നത്. ഞാൻ വലിയതായിട്ട് മോഡിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല സ്പീഡുള്ള വണ്ടിയാണ്. അപ്പം നമുക്ക് പോയാലോ? നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, എവിടെ പോകണം? നമുക്കെന്നാൽ ട്രോപ്പിക്സിൽ പോവാം, അതായിരിക്കും നല്ലത്. പിന്നെ അതാകുമ്പോൾ എനിക്ക് കാണാപ്പാടമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം പോവാം. അപ്പോൾ ഗൈസ്, ഇതിനായിട്ടും സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല, കാരണം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. വ്യൂവേഴ്സൊക്കെ ഇച്ചിരി ഉള്ളൂ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇല്ല കൂടെ അല്ലല്ലോ പോകുന്നത്, എവിടെയായിരുന്നു? എല്ലാം കൂടെ ആയിരുന്നു. മാപ്പിൽ നോക്കേണ്ടി വരും. പോയി നോക്കട്ടെ. ഇപ്പോഴാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇതാണ് ട്രോപ്പിക്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ പ്രോ പ്ലെയറൊന്നും അല്ല, പക്ഷേ ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അത്രയും റേറ്റുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. പക്ഷേ ഗെയിമിൽ അത്രയും ന്യൂബല്ല ഗൈസ്. ഇല്ല കൂടെയാണ് ഗൈസ്. നമുക്കിത് പോവാം. നല്ല സ്പീഡുണ്ട്, കണ്ടില്ലേ? 2 ലക്ഷത്തിൻ്റെ എൻജിനാണ്. സ്വന്തം വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ഹൈലക്സ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു കൂട്ടുകാരൻ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവൻ എനിക്ക് തന്ന ഒരു BMW ആണ് അത്. അപ്പം അവൻ തന്നെ തന്ന BMW. അവൻ ഈ BMW തരുന്നതിന് മുമ്പേ തന്നെ ഇതിന് ഇത്ര പവർ ഉണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് ഹൈലക്സ് എൻ്റെ മേടിച്ച്. നമുക്ക് പതിയെ അങ്ങോട്ട് പോവാം. പിന്നെ CPM 2 അല്ല, ഇത് CPM 1 ആണ്. CPM 2 ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അത്ര സുഖം കിട്ടത്തില്ല. ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്ന അത്ര പേര് ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ മൗണ്ടൈനിൽ എത്തിയിട്ടുണ്ട്. മൗണ്ടൈനിൽ കൂടെയാണ് നമ്മൾ ട്രോപ്പിക്സിൽ പോകുന്നത്. ട്രോപ്പിക്സ് ഇച്ചിരി കറങ്ങിയിട്ടൊക്കെ പോവാം. പേരും കിട്ടുന്നില്ല അതിൻ്റെ പേര്. പിന്നെ എന്നാ പറയണം, സെറ്റ് വണ്ടിയാണ്. ഞാൻ പുതിയൊരു വണ്ടിയൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം, അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇനി പോകണമെങ്കിൽ ഞാൻ വേറെ വണ്ടിയായിരിക്കും എടുക്കുന്നത്, ലാൻഡ് ക്രൂസറോ വല്ലതും. ഇനി നിങ്ങൾ പറയുന്ന വണ്ടി എടുക്കാം. ഞാൻ ഇതായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു തന്നെ വഴിയും തെറ്റിപ്പോയി ആ സമയത്ത്. എന്താ കഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുതിയൊരു വണ്ടി എടുത്ത ഒരു വീഡിയോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാർ കളക്ഷൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും. അത് വലിയ ലോങ് ഇല്ല, ഷോർട്ടായിട്ടാണ്. വഴി തെറ്റി പോവാണ്. അതാണ് പ്രശ്നം. ട്രിപ്പ് പോയാലുള്ള മര്യാദയ്ക്കൊന്നും ഓടിക്കാൻ പറ്റില്ല. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ ബസ്സൊന്നുമില്ല. ബസ് മേടിക്കണം, പക്ഷേ എൻ്റെ കോയിൻ ഇതുവരെയായിട്ടും ഒരു 100 കോയിനേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചാൽ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഞാൻ
ഇതിനു മുമ്പ് വേറെ ഒരു ഗെയിമിൻ്റെ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പണ്ടൊക്കെ ആയിരുന്നു. ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമില്ലേ, അതിൻ്റെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്തോ കളിക്കാറില്ല. ഇപ്പോൾ അത് മൊബൈൽ എനേബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നില്ല. അതാണ് എങ്ങനെ അറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലാൻഡ് ക്രൂസർ എടുക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഓഫ് റോഡ് പോകുമായിരുന്നു. അത് കുഴപ്പമില്ല. നമ്മളേതായാലും ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് എത്തിയത്. ഇതൊരു ട്രിപ്പാണോ? ഇച്ചിരി കൂടി ദൂരമുള്ള സ്ഥലത്തോട്ട് പോകണമായിരുന്നു. പക്ഷേ അപ്പം നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട്? ഇപ്പുറത്ത് ബ്ലാക്ക്, ഇപ്പുറത്തെ വെള്ള. ലോഗൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ M4 കിട്ടുവാണെങ്കിൽ സെറ്റായിരുന്നു. പക്ഷേ അതിൻ്റെ കാശോട്ട് മേടിക്കണം. M5 ഇല്ല എൻ്റെ കയ്യിൽ. ഗൈസ്, പറ്റുവാണെങ്കിൽ ആരെങ്കിലും എനിക്ക് ഒരു കാർ തരണം. ഇപ്പം എൻ്റെ കാശൊന്നും അധികം ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ലാൻഡ് ക്രൂസർ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കാശുണ്ടാക്കി തന്നെ ലാൻഡ് ക്രൂസർ മേടിച്ചത്. അപ്പോൾ ലാൻഡ് ക്രൂസർ ഞാൻ അങ്ങനെ പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി കൊടുക്കുകയില്ല. എനിക്ക് നല്ല ആകെയുള്ളൊരു നല്ല വണ്ടി അതാണ്. പിന്നെ കുറേ കാറെന്ന് വെച്ചാൽ ഇപ്പോൾ 20 അത്ര കാറൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ ഒരു സീനറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോവാതെ. അതെവിടെയായിരുന്നു? ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു. ഇതുണ്ട്, അതൊക്കെ ഓഫ് റോഡാണ്, നേരെ കിടന്ന റോഡൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയും കൊണ്ട് പോയാൽ ചെളിയാവും. പിന്നെ കഴുകണമെങ്കിൽ 2000 രൂപ വെറുതെ പോവും. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ക്രൂസർ എടുത്തുകൊണ്ട് പോവാം ഒരു പ്രാവശ്യം ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ എങ്ങാണ്ടോ സീനറി അത് കഴിഞ്ഞു പോയോ? ഇതെവിടെയായിരുന്നു? എനിക്കറിയാമായിരുന്നല്ലോ. ഇവിടെ എങ്ങാണ്ടോ പോയി നോക്കാവേ. അവിടെ സെറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ നൈസായിരിക്കും. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പിടിക്കാം. പെട്ടെന്ന് എത്തും കണ്ടോ. ഈ വണ്ടിയുടെ പവർ അതാണ്. എൻ്റെ ആകെയുള്ള പവറുള്ള വണ്ടി ഇതാണ്. പിന്നെ റേസിനൊക്കെ സെറ്റ് വണ്ടിയാണ്. പിന്നെ എൻ്റെ ആംബുലൻസിൻ്റെ ലൈറ്റുള്ള ഒരു വണ്ടിയുണ്ട്, BMW തന്നെയാണ്. ഇച്ചിരി വിൻറ്റേജാണ്. പെട്ടെന്നാണ് എത്തുന്നത്. അതെ, വീണ്ടും വഴി വെച്ചുള്ളൂ. തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, ചാർജില്ല ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ ആ സ്ഥലത്തോട്ട് എത്തി. നമ്മൾ വന്ന വഴി തന്നെയാണ് പോകുന്നത് ഗൈസ്. ഹാങ് ആകുകയാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ അങ്ങോട്ട് പോവാൻ കറക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാങ്ങാവും. എന്ത് കഷ്ടമാണേ. നമ്മൾ പതിയെ പോവാം. നമ്മൾ ഈ വഴിയിൽ തന്നെ പോയതാണ്, പക്ഷേ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് അനങ്ങായിരിക്കാം. ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ് ഗൈസ്. ഞാൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് ലാൻഡ് ക്രൂസറായിട്ട് പോയിട്ടില്ല. ഇനി ഓഫ് റോഡിൽ പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ സസ്പെൻഷൻ ഫുള്ള് പൊക്കം കൂട്ടണം. അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം നേരെയായി. ചെറിയൊരു ഇതുകൊണ്ട്, ഹാങ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ഗൈസ്. നമ്മൾ ആ സ്പോട്ടിൽ എത്താറായി. ഇതല്ലല്ലോ ഗൈസ്, ഇതല്ല ഗൈസ്. എന്തായാലും ഇത് കണ്ട കാര്യം. അത് ഇവിടെ വല്ലതും ആണോ എന്ന് എനിക്കറിയാം. നമുക്ക് പോയി നോക്കാം. നമുക്ക് നേരെ പോയി നോക്കാം. അപ്പം ചിലപ്പോൾ കാണും. ഓക്കെ, എത്തിയോ? എത്തി. ഇതാണെന്ന് തോന്നുന്നു. യെസ്, ഇത് തന്നെ. സെറ്റ് സീനറി കിട്ടുന്നൊരു അല്ല ഒരു സ്ഥലമാണ്. നല്ല സീനറി ഫോട്ടോയൊക്കെ എടുക്കാൻ സെറ്റായിരിക്കും. ഇറങ്ങി നോക്കാം. കണ്ടോ, സെറ്റാണ്. അതുപോലെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ തമ്പനയിലോ വല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് എടുത്താൽ മതി.
സെറ്റാണ്. നമുക്കിനി അങ്ങോട്ട് ആ വെള്ളച്ചാട്ടൻ്റെ സൈഡിൽ കൂടെ വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. പക്ഷേ നമ്മുടെ ഈ വണ്ടിയേ ഉള്ളൂ. അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കയ്യിൽ ഈ വണ്ടിയേ ഉള്ളൂ. നമ്മുടെ ലാൻഡ് ക്രൂസറൊക്കെ നമ്മുടെ ഗ്യാരേജിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ മറ്റേ താറ് പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയിൽ അതെടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഞാനിനി ഒരു ഗോൾഫ് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വേറെ കാര്യങ്ങളോ വല്ലതും പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.